എമ്പുരാനിൽ എത്രത്തോളം ടൊവിനോയെ കാണാനായിട്ട് സാധിക്കും? എവിടെ വരെ എത്തി? എപ്പോ വരും? എനിക്കൊരു 3 ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട്? ഇനിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഒരുപാടല്ല, എന്നാലും കുറച്ചുണ്ട്. കഥ ചോദിക്കുന്നത് മോശമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല. ആദ്യത്തെ പോലെ തന്നെ പവറൊക്കെ രണ്ടാമത്തേലും ഉണ്ടോ? എന്താ പറയാ, അത് അതിനെ പറ്റിയൊന്നും റിവീൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ആസ്വാദനത്തിന് നല്ലത്. പക്ഷെ നല്ല രസമായിരിക്കും, നല്ല ക്യാരക്ടറാണ്. മിന്നൽ മുരളി 2 അത് ഇപ്പൊ ബേസിൽ തിരക്കിലാണ്. അതെ, ബേസിൽ തിരക്കിലാണ്. അതെ, ശക്തിമാൻ. അതെ, അതിനെ പറ്റിയിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ബേസിലിന്റെ തന്നെ എവിടെയൊക്കെയോ ശക്തിമാൻ. ഞാൻ കൺഗ്രാറ്റുലേഷൻസ് ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ധ്യാനും. അപ്പൊ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? ബേസിലിന്റെ ധ്യാൻ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു അവന് ഹിന്ദി മനസ്സിലാവില്ല, അവൻ എങ്ങനെ സിനിമ, അവന്റെ സിനിമ അവൻ എങ്ങനെ മനസ്സിലാവുന്നു. ശരിക്കും ബേസിലിന് ഹിന്ദി അറിയത്തില്ലേ? ബേസിലിന് സിനിമ അറിയാലോ, അതുപോലെ. എന്റെ ചോദ്യത്തിന്റെ ഉത്തരാണോ നിങ്ങൾ? ഹിന്ദി അറിയേണ്ട കാര്യമുണ്ടോ? ഹിന്ദി അറിയുവോ? ബേസിന് ഹിന്ദി അറിയോന്ന് എനിക്ക് അറിയാം. ഞങ്ങൾ ഹിന്ദിയിലല്ല സംസാരിക്കാറ്. അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല ഞങ്ങൾക്ക്. ഇംഗ്ലീഷ് ചോദിക്കാം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് മതി. ഇനി അടുത്തത്, വളർത്തിയ കിളികള്, പട്ടി, പൂച്ച, പത്രം വായിച്ചത്, ചായ കുടിച്ചത് വരെ അജയന്റെ രണ്ടാം മോഷണത്തെ കുറിച്ച് കേട്ടു. സിനിമ എവിടെ? സിനിമ മിക്കവാറും ഓണത്തിന് തന്നെ ഉണ്ടാവും. മിക്കവാറും അല്ല, ഓണത്തിന് ഉണ്ടാവും. അതിന്റെ തകൃതിയായിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. CG-യും 3D-യും ഒക്കെ അതിന്റെ അവസാന ഘട്ടങ്ങളിലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അങ്ങനത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് ഫൈനൽ പരിപാടികളിലാണ്. കൊറേ നാളായില്ലേ? കഴിഞ്ഞ വർഷം വരും. വലിയ പടം അതിനകത്ത് നമുക്ക് CG കുറച്ചധികം ഉണ്ട്. ഒരു 75% ഷോട്ടുകളിലെങ്കിലും CG ഉണ്ട് അതിനകത്ത്. 3 കാലഘട്ടങ്ങളും പലതരം കാലഘട്ടങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായം നമുക്ക് വേണം. പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലൂ മാറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പലതും ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ CG സമയമെടുത്ത് തന്നെ ചെയ്യണം. കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ആസ്വാദനം ആൾക്കാർക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ അത് കഴിഞ്ഞ് 3D റെൻഡർ ചെയ്യണം. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് 3D ചെയ്യുന്നത്. നമ്മൾ 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തതല്ല, പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ അവഞ്ചേഴ്സും പോലും ഉൾപ്പെടെയുള്ള മാർവൽ സിനിമകൾ വരെ ചെയ്യുന്നത് അങ്ങനെയാണ്. അത് പക്ഷേ നല്ല കലക്കൻ ഔട്ട് തരുന്ന ഒരു റേസ് 3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3D കമ്പനിയാണ് അത് ചെയ്യുന്നത്. CG നമ്മൾ പലർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന പ്രോസസ്സ് എല്ലാം ആ സിനിമയ്ക്ക് ഗുണമായിട്ട് തന്നെ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓണത്തിനുണ്ടാവും. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ രണ്ടുപേരോടും കൂടി സത്യമായിട്ട് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ സിനിമകളിൽ പലപ്പോഴും കാണുന്നത്, ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓരോ സിനിമ എടുത്തു കഴിയുമ്പോൾ ഇപ്പൊ ജീൻ പോളിന്റെ സിനിമകൾ വരുന്ന സ്ഥലത്ത് ബാലുവിനെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ പലപ്പോഴും വരുന്നതായിട്ട് തോന്നാറുണ്ട്. അതായത് ഓഫ് സ്ക്രീൻ കെമിസ്ട്രി അതുപോലെ തന്നെ ഓൺ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന പോലെ. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു അവരെല്ലാവരും വരുമ്പോഴാണ് മൂവി ഭയങ്കര കളറാവുന്നത്. അപ്പൊ അതുപോലെ ഒരു ഗ്രൂപ്പ് വേണോ ഒരു സിനിമയിലേക്ക് വന്ന് ഭയങ്കര തമാശയുള്ള സീനുകൾ ഉണ്ടാവാനും ഒക്കെ? അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടോ? ഞാൻ എല്ലാ ഗ്രൂപ്പിലുള്ള ആളാണ്. ഞാൻ കാണുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്.